അമ്മ എവിടെ പോവാ അമ്മേ? ഏ എന്നാ താള്? ചേമ്പും താളോ? ആഹാ. അതെന്തുവാ കയ്യിലിരിക്കുന്നേ? ഏ എന്തുവാ? കോഴിക്ക് കൊടുക്കാനോ? കോഴിയെ തുറന്ന് വിട്ടില്ലേ ഇതുവരെ? ആഹാ. ആ എന്നാ പോട്ടെ പോട്ടെ, പരിപാടി നടക്കട്ടെ. അപ്പോൾ നമുക്ക് അമ്മയുടെ പുറകെ പോകാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ അമ്മയുടെ പുറകെ പോയെങ്കിൽ എന്തെങ്കിലും നമുക്കുള്ള വീഡിയോയ്ക്കുള്ള കണ്ടന്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ പുറകെ നടക്കുക. മുട്ട കിട്ടോ അമ്മേ? കിട്ടോ? ആഹാ. ഇത് മുട്ട എന്ത് എടുത്തില്ല, ഇതിനെ ഇത് കൊടുത്തിട്ടാട്ടെന്ന് വിചാരിച്ചു. 2 കോഴി ഉണ്ടായിരുന്നോ? കൂട്ടിലും കിടപ്പുണ്ട്. കിട്ടിയോ? അങ്ങേ അറ്റത്താ മുട്ട കിടക്കുന്നത് ഇല്ലയോ? എടുക്കത്തില്ല, അതങ്ങ് മൂലക്കേ ഇടത്തുള്ളൂ. എന്ത് അങ്ങനെ കൂട്ടിലും ഉണ്ട്, അത് ഇട്ടോന്ന് നോക്കണം. 2 എണ്ണം ഉണ്ടല്ലേ? 2 എണ്ണം ഉണ്ട്. നല്ല അനുസരണമുള്ള കോഴിയാണ്, വിളിച്ചോണ്ടേ വന്നത് കേട്ടോ. ഇതാണ്ട് പൂവൻകോഴിയാണ് വിളിച്ചോണ്ട് വന്നത്. വർത്താനം പറഞ്ഞോണ്ട് വരുമായിരുന്നു, എന്നെ കണ്ടപ്പോൾ വർത്താനം നിർത്തി. എന്തൊക്കെ ഏതാണ്ടൊക്കെ പുറത്തോണ്ട് വരുമായിരുന്നു. മുട്ട ഇട്ടില്ലേ? ആഹാ, പെര മാറി കിടന്നുകൊണ്ടായിരിക്കും. ആ ഇതാ, വീട് മാറി കിടന്നാൽ ഉറക്കം വരത്തില്ലെന്ന് പറഞ്ഞാൽ, വീട് മാറി കിടന്നാൽ മുട്ട എടുത്തില്ല കോഴി. ഇത് തന്നെ കിളുത്ത ചേമ്പാണോ അതോ അമ്മ കുഴിച്ചു വെച്ചാണോ? ആണോ? പുതിയതായിട്ട് കുഴിച്ചു വെച്ചാണോ? അതെ. ഒരു തട അവിടെ കിടന്ന് ചുമ്മാ കണ്ടിച്ച് അവിടോട്ട് കുഴിച്ചു വെച്ചതാ. പറിക്കാറായതല്ലേ അമ്മേ? അല്ല. ഇതിന്റെ ഇല എടുക്കത്തില്ല അമ്മേ? മോനെ, കൂമ്പലയാ നേരെ എടുക്കത്തുള്ളൂ, ഇത് കൊള്ളത്തില്ല. മൂത്തലയല്ലേ? അതെ. ഇതിന്റെ തൊലിയൊക്കെ ഉരിക്കണ്ടേ? തൊലി ഉരിക്കേണ്ട മോനെ, ഈ സൈഡിലത്തെ ഇത് കണ്ടിച്ച് കളഞ്ഞാൽ മതി, ചെത്തി അങ്ങ് കളഞ്ഞാൽ മതി. ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതി. ഇതിന്റെ തൊലി ഉരിക്കുന്നത് നമ്മള് തീയൽ വെക്കുവാന്നേൽ ഇതിന്റെ തൊലി ഉരിച്ച് കളയും. തോരൻ വെക്കാനാകുമ്പോ തൊലി ഉരിച്ച് കളയത്തില്ല. തൊലി ഇരുന്നെങ്കിലേ ഇതിനൊരു ഇങ്ങനെ നമ്മൾ വെക്കുമ്പോ ഒന്നേലൊന്ന് തൊടാതെ കിടക്കണ്ടായി, കുഴയാതിരിക്കത്തുള്ളൂ. ചേമ്പും താളൊന്ന് കഴുകട്ടെ, കഴുകിയിട്ട് വേണം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ. നല്ലപോലെ കഴുകണം, അതിലെ പൊടിയെല്ലാം കളഞ്ഞു. പിന്നെ ഇതൊന്ന് മുറിച്ച് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം. നമ്മൾ ചേമ്പുന്നാൾ അരിയുമ്പോൾ തീരെ പൊടിയാക്കരുത്. തീരെ പൊടിയാക്കിയാൽ കുഴഞ്ഞു പോകും. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ചേമ്പുന്നാൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഒരു മുഴുത്ത ചേമ്പുന്നാളായിരുന്നു. അതിന് ചേർക്കാനായിട്ട് ഒരു 2 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും. നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10 കഷ്ണം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് ഒരു കഷ്ണം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്.
കടുക് ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും. ഇനി നമുക്ക് ചേമ്പുംതാള് തോരൻ വയ്ക്കാൻ തുടങ്ങാം. ഞാൻ ചേമ്പുംതാള് തോരൻ വയ്ക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. പലരും പല രീതിയിൽ വയ്ക്കും. എൻ്റെ അഭിപ്രായത്തിൽ ചേമ്പുംതാള് എളുപ്പം തോരൻ വയ്ക്കാനുള്ള ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആദ്യം ഒരു പാത്രത്തിനകത്തോട്ട് ഈ ചേമ്പുംതാള് കുടഞ്ഞിടുക. കൂട്ടത്തിൽ ഈ തിരുമ്മി വെച്ച തേങ്ങയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ച ഈ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില അങ്ങോട്ട് ഊരിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കൈയിട്ടിളക്കിയാൽ നമ്മുടെ കൈ പുകയും, അതുകൊണ്ട് സ്പൂൺ ഇട്ടിളക്കണം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി മുളകും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേമ്പുംതാള് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിച്ചതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ച് വേണം ചേമ്പുംതാള് അടുപ്പിൽ വയ്ക്കാൻ, അല്ലെന്നും വരി അടിക്ക് പിടിക്കും. ഇനി നമുക്ക് ചെറു തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചേമ്പുംതാള് റെഡിയായോ എന്ന് നോക്കാം. നമ്മുടെ അടിപൊളി ചേമ്പുംതാള് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. നമ്മുടെ വീട്ടുവളപ്പിൽ വിഷമൊന്നും തളിക്കാതെ നമ്മൾ നട്ടുവളർത്തിയ ചേമ്പൻതാളിൽ നിന്നും അമ്മയുണ്ടാക്കിയ രുചികരമായ തോരൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലത്തേക്ക് ബൈ ബൈ.